Then, how to control capitalism? അതിനും മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച കുറേ നിർദ്ദേശങ്ങളുണ്ട്. ദാറ്റ് ഹി വ്യൂസ് ദാറ്റ് ഗാന്ധിസ് വ്യൂ ദാറ്റ് ഇഫ് ക്യാപിറ്റലിസ്റ്റ് ഫെയിൽഡ് ടു ആക്ട് ആസ് ട്രസ്റ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ട്രസ്റ്റീഷിപ്പിന് വേണ്ടിയിട്ട് നമ്മളവരെ പെർസ്വേഡ് ചെയ്യുകയാണ്, നമ്മളവരെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അവരെല്ലാം അങ്ങനെ ചെയ്യും എന്നുള്ളതിന് വിശ്വാസമൊന്നും നമുക്കും ഉണ്ടാവില്ല, മഹാത്മാഗാന്ധിക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അങ്ങനൊരു അവസ്ഥയിലെന്ന് ചോദിച്ചാൽ, if capitalists failed to act as trustees, their industries were to be taken over by the government. അങ്ങനെയാണെങ്കിൽ government can take over that property or that particular ഓണർഷിപ്പ്. ഏത് സാധനമാണോ അവർ ഓൺ ചെയ്യുന്നത് ആ സാധനത്തിനെ ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രസ്റ്റിഷിപ്പിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. ആൻഡ് ദോസ് ഇൻഡസ്ട്രീസ് വെയർ ടു വർക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഹ്യൂമാനിറ്റി. അത്തരം ഇൻഡസ്ട്രീസും അത്തരം പ്രോപ്പർട്ടിയും പിന്നീട് ജനനന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് വർക്കേഴ്സ് വെയർ ടു ബി ഗിവൺ എ ഷെയർ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അങ്ങനെ പിടിച്ചെടുത്ത വസ്തുക്കളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസോ ഏതൊക്കെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത് നടത്തിപ്പെന്ന് പറയുന്നത് അവിടെയുള്ള തൊഴിലാളികൾക്കും കൂടി പങ്കുവയ്ക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുവഴി നമുക്ക് ക്യാപിറ്റലിസത്തിനെ ഒരു വലിയ പരിധി വരെ തന്നെ നിയന്ത്രിക്കാനാകുമെന്നാണ് മഹാത്മാഗാന്ധി വിശ്വസിച്ചത്. സോ his proposition was that there should be a non-violent society. ആ നോൺ വയലൻറ്റ് സൊസൈറ്റിയിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ക്യാപിറ്റലിസ്റ്റ് ഓർഡർ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഓർഡർ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമരം മൂലമോ അല്ലെങ്കിൽ രക്തരൂഷിത വിപ്ലവം മൂലമോ നമുക്ക് മാറ്റാൻ പറ്റില്ല. മറിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ പെർസ്വേഡ് ചെയ്ത് അവരെ ട്രസ്റ്റുകളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ ക്യാപിറ്റലിസത്തിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യലിസത്തിലേക്ക് അവസ്ഥയിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ പോലും ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ദെൻ നോൺ വയലൻറ്റ് സൊസൈറ്റി. ഗാന്ധിയൻ സൊസൈറ്റി ഈസ് എ നോൺ വയലൻറ്റ്, സ്റ്റേറ്റ്ലെസ്, ക്ലാസ്ലെസ് ആൻഡ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഗാന്ധി മുന്നോട്ട് വച്ചത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ മഹാത്മാഗാന്ധിയും മാർക്സും ഒന്നു ചേരുന്നത് അവിടെയാണ്. അതായത് സ്റ്റേറ്റ്ലെസ് എന്നുള്ളൊരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫിലോസഫിക്കൽ അനാർക്കിസ്റ്റ് എന്ന് മഹാത്മാഗാന്ധി പറയാറുണ്ട്. ഫിലോസഫിക്കൽ അനാർക്കിസ്റ്റ്. അപ്പോൾ നോൺ വയലൻ്റ് ആയിട്ടുള്ള, അതുപോലെ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള, ക്ലാസ്ലെസ് ആയിട്ടുള്ള. സ്റ്റേറ്റ്ലെസ് ആകണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ മുകളിൽ ചുമത്താൻ പറ്റില്ല. കാരണം ജനങ്ങളെല്ലാം റാഷണലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ മുകളിൽ ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് അദ്ദേഹം സ്റ്റേറ്റ്ലെസ്നെസ് പറയുന്നത്. പക്ഷേ മാർക്സ് സ്റ്റേറ്റ്ലെസ്നെസ് പറയുന്നത് അതിനല്ല, മറിച്ച് എല്ലാ ഇത് നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളെ അല്ലെങ്കിൽ ബൂർഷ്വാകളെ ഇല്ലാതാക്കുന്നതോടുകൂടി മുഴുവൻ പേരും തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമാകുന്നത് കൊണ്ട് അത് ലോകം മൊത്തമുള്ള തൊഴിലാളികളുടെ ഒരു രൂപീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. കാരണം പിന്നും സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും ഒപ്രഷൻസ് വരികയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് മാർക്സ് സ്റ്റേറ്റ്ലെസ്നെസ് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ദെൻ നോൺ വയലൻ്റ് ആയിരിക്കണമെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു വന്നതാണ്. ദെൻ ക്ലാസ്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വർഗങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതും മാർക്സ് പറയുന്നതാണ്. മാർക്സ് ഓൾസോ പോയിൻ്റ് ഔട്ട് ദാറ്റ് ദർ ഷുഡ് നോട്ട് ബി എനി ക്ലാസസ് ഇൻ ദ ഫൈനൽ വേർഷൻ ഓഫ് എ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അതുപോലെ ഇറ്റ് ഷുഡ് ബി എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി. അതും മാർക്സ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ മാർക്സും മഹാത്മാഗാന്ധി തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റും. നോൺ വയലൻ്റ് ആണ് മഹാത്മാഗാന്ധിയെങ്കിൽ മാർക്സ് പറഞ്ഞത് റവല്യൂഷണറിയാണ്. ആ പറയുന്ന മീൻസിൽ മാത്രമാണ് അവർ രണ്ടുപേരും മാറി നിൽക്കുന്നത്. പക്ഷേ എൻസ് സെയിം ആണ്: സ്റ്റേറ്റ്ലെസ്, ക്ലാസ്ലെസ് ആൻഡ് സോഷ്യലിസ്റ്റ്. So his non-violent society will be a stateless society as he does not consider state as a necessary authority. ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചത്. He believes that state is rooted in violence and hurts individuals' freedom. ഒരു സ്റ്റേറ്റ് ഉണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുന്നുള്ളതാണ്. അത്തരമൊരവസ്ഥ പാടില്ല. ദാറ്റ് ഈസ് വൈ ഹി ഈസ് കോൾഡ് ഫിലോസഫിക്കൽ അനാർക്കിസ്റ്റ്, അല്ലെങ്കിൽ ഫിലോസഫിയിൽ ഊന്നിയുള്ള ഒരു എന്താ പറയുന്നത് അരാജകത്വവാദി എന്ന രീതിയിൽ മഹാത്മാഗാന്ധി പറയാറുണ്ട്. സോ ഗാന്ധിയൻ സൊസൈറ്റി വിൽ ബി കൺസിഡേർഡ് ഓഫ് സെവറൽ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് സെൽഫ് റെഗുലേറ്റഡ് വില്ലേജ് കമ്മ്യൂണിറ്റീസ്. പക്ഷേ മാർക്സിൽ നിന്ന് വ്യത്യസ്തമായി മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത് ഇത്തരത്തിലുള്ളൊരു സൊസൈറ്റി പിന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ദർ വിൽ ബി സർട്ടൺ ഓട്ടോണമസ് സെൽഫ് റെഗുലേറ്റഡ് വില്ലേജ് കമ്മ്യൂണിറ്റീസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? വില്ലേജസ് അല്ലെങ്കിൽ പഞ്ചായത്ത്സ് വിളിച്ചത്. ആ പഞ്ചായത്തുകളെയാണ് നമ്മൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കുകയും ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ കാണുന്ന പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് അന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് പറ്റില്ലായിരുന്നു. കാരണം അന്നത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോണമസ് വില്ലേജസോ
ഈവൻ ഓട്ടോണമസ് സ്റ്റേറ്റ് പോലും വരാൻ പറ്റില്ല. സ്റ്റേറ്റിന് പോലും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വന്നു. കാരണം എന്ന് പറഞ്ഞാൽ സെസേഷൻ അഥവാ ഇവർ തമ്മിൽ ഭിന്നിച്ചു പോകാനുള്ളൊരവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള യൂണിയനെ നമ്മൾ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഈ പറയുന്ന വില്ലേജ് പഞ്ചായത്തുകളുടെ ഒരു കൂട്ടായ്മയൊന്നും തന്നെ അന്നത്തെ രീതിയിൽ പറ്റില്ലായിരുന്നു. പക്ഷേ എങ്കിലും അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തി. പിൽക്കാലത്ത് നമ്മളതിന് ഭരണഘടനയിൽ ഒരു 72-73 ഭേദഗതികളിലൂടെ 1992 നമ്മൾ കൊണ്ടുവന്നതാണ് പഞ്ചായത്തി രാജ് ആൻഡ് നഗർപാലിക ബിൽ. അത് പിന്നീട് എല്ലാ സ്റ്റേറ്റുകളിലും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതുവഴിയാണ് നമ്മളിപ്പോൾ പഞ്ചായത്ത് രൂപീകരിച്ച് ആ പഞ്ചായത്ത് വഴി നമ്മൾ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവിലൂടെ ഭരണം നടത്തുന്നത്. സോ അതിൻ്റെ ഒരു ചിന്ത മഹാത്മാഗാന്ധിയിലാണ് തുടങ്ങുന്നതെന്നുള്ളതാണ്. സോ എവറി വില്ലേജ് വിൽ ഹാവ് എ പഞ്ചായത്ത് ഹാവിംഗ് ഫുൾ പവേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ഓൾ ഇറ്റ്സ് എസെൻഷ്യൽ നീഡ്സ്. അവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു പഞ്ചായത്ത് ഉണ്ടാകണമെന്നും പഞ്ചായത്തിന് മുഴുവൻ അധികാരങ്ങളും ഉണ്ടാകണമെന്നും അതേസമയം ഇറ്റ് ഷുഡ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ഓൾ ഇറ്റ്സ് എസെൻഷ്യൽ നീഡ്സ്. ഓരോ പഞ്ചായത്തുകളും എല്ലാ തരത്തിലും സെൽഫ് റിലയൻ്റ് ആകണം, അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാകണം. അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നും ഈവൻ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഫെൻഡിങ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോഴ്സ് പോലും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത് അല്ലെങ്കിൽ വിചാരിച്ചത്. പക്ഷേ ആ ഒരു രീതിയിലേക്കൊന്നും നമ്മുടെ പഞ്ചായത്തുകൾ കൊണ്ടുവരാൻ നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. നമ്മുടെ പഞ്ചായത്തുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും ഒക്കെ എയ്ഡുകളും കൂടി കൊണ്ടാണ്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ട്. ഉദാഹരണത്തിന് കിട്ടുന്ന ഒരുപാട് നികുതി സ്രോതസ്സുകളുണ്ട്. ആ നികുതി സ്രോതസ്സുകൾ ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് ദേ ഷുഡ് ഗെറ്റ് ഓർ ദേ മസ്റ്റ് ഗെറ്റ് സം ഓഫ് ദ എക്സ്റ്റേണൽ എയ്ഡ് ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻറ്റർ. പക്ഷേ ഗാന്ധി വിശ്വസിച്ച അങ്ങനെയല്ല. ഓരോ സെൽഫ് ഓട്ടോണമസ് വില്ലേജുകളാവുകയും ആ വില്ലേജുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യണമെന്നാണ്. ആൻഡ് ഷുഡ് ബി സെൽഫ് റിലയൻ്റ്. ദെൻ ഹിസ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാം സ്വരാജ്. ദീസ് സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജസ് നമ്മൾ പറഞ്ഞല്ലോ, ആ വില്ലേജുകൾ വിൽ ബി വോളണ്ടറിലി ബൗണ്ട് ഇൻ എ ഫെഡറേഷൻ. ഇവയെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഒരു ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരും കൂടി ചേർന്നുള്ള, നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറേഷൻ എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ദർ ആർ സ്റ്റേറ്റ്സ് ആൻഡ് വി ഹാവ് എ സെൻട്രൽ ഗവൺമെൻറ്. അതേപോലെ ഒരു ഫെഡറൽ സംവിധാനം ഈ പറയുന്ന വില്ലേജുകളെല്ലാം കൂടെ ചേർന്നുണ്ടാകണം. ദർ വിൽ ബി നോ സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. പക്ഷേ ഇപ്പോഴുള്ളതുപോലെ ഒരു സെൻട്രലൈസേഷൻ അതോറിറ്റി അതിനില്ല. ആൻഡ് ഡീസെൻട്രലൈസേഷൻ വിൽ ബി ദ മാർക്ക് ഫ്യൂച്ചർ ഓഫ് ഗാന്ധിയൻ സൊസൈറ്റി. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റുകളുടെ എല്ലാ നിയന്ത്രണം കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. സ്റ്റേറ്റുകൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അധികാരം കൂടുതൽ കേന്ദ്ര സർക്കാരിനാണ്. ഇനി ലോകത്തുള്ള മിക്കവാറും എല്ലാ ഫെഡറൽ സ്റ്റേറ്റുകൾക്കും അത് തന്നെയാണ് അവസ്ഥ. അമേരിക്കയിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റുകൾക്ക് കുറേ കൂടി അധികാരമുണ്ട് കേന്ദ്രത്തിനെ അപേക്ഷിച്ച്. പക്ഷേ എങ്കിലും അവിടുത്തെ ഒരു ആർജിത അധികാരം എന്ന് പറയുന്ന രീതി വെച്ച് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകളെക്കാൾ കൂടുതൽ തന്നെയാണ് അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറും. പക്ഷേ മഹാത്മാഗാന്ധി ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സംവിധാനത്തിൽ ഒരു ഫെഡറേഷൻ ഉണ്ടായാൽ പോലും അതിൽ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ല, മറിച്ച് എവറിത്തിങ് ഷുഡ് ബി ഡീസെൻട്രലൈസ്ഡ്. അധികാരം മുഴുവൻ ഗ്രാമങ്ങളിൽ തന്നെ നിലനിർത്തണം ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഉണ്ടെങ്കിൽ പോലും. ആൻഡ് ഫെഡറേഷൻ വിൽ ഹാവ് നോ പോലീസ് ഓർ മിലിറ്ററി ഫോഴ്സ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മിലിറ്ററി ഫോഴ്സിൻ്റെ ആവശ്യമില്ല, പോലീസിൻ്റെ ആവശ്യമില്ല. ദർ വിൽ ബി നോ ബിഗ് സിറ്റീസ്, ലോക്കൗട്ട്സ്, ജയിൽസ് ഓർ ഹെവി ഇൻഡസ്ട്രീസ്. അവിടെയാണ് അദ്ദേഹത്തിന് ഒരു പാളിച്ച പറ്റിയത്. കാരണം അദ്ദേഹം അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞത് നമുക്ക് ലോക്കൗട്ട് വേണ്ട, ബിഗ് സിറ്റീസ് വേണ്ട, ജയിലുകൾ വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റ് ചെയ്തില്ല എന്നുള്ളൊരു അസംഷനിലാണ്. അതുപോലെ തന്നെ ഹെവി ഇൻഡസ്ട്രീസേ പാടില്ല, മറിച്ച് ചെറുകിട ഇൻഡസ്ട്രീസ് ആകാം. റാദർ വില്ലേജസ് വിൽ ഹാവ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. അതിനെ നമ്മൾ വിളിക്കുന്നത് കുടിൽ വ്യവസായങ്ങൾ, ഖാദി, അഗ്രികൾച്ചർ തുടങ്ങിയവയായിരിക്കണം അവിടുത്തെ ഇക്കണോമിക് സോഴ്സസ് എന്ന് പറയുന്നത്. സോ ലൈഫ് വിൽ ബി സിമ്പിൾ ആൻഡ് സിവിലൈസേഷൻ റൂറൽ. അവിടുത്തെ റൂറൽ സിവിലൈസേഷൻ ആയിരിക്കും, റൂറലായിരിക്കും, അതുപോലെ തന്നെ സിമ്പിളായിരിക്കും. ഒരിക്കലും നമ്മളൊരു നാഗരികതയിലേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം ഗ്രാമങ്ങളുടെ നിഷ്കളങ്കതയാണ് ഏറ്റവും നല്ലതെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെയും വിശ്വസിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് ഇത്രത്തോളം സ്ട്രെസ് കൊടുത്തത്. ആൻഡ് വില്ലേജസ് വിൽ ബി സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ഓട്ടോണമസ് ഫോർ ഓൾ പേർപ്പസ് ആൻഡ് ദർ വിൽ ബി റിയൽ സ്വരാജ്. അങ്ങനെ പറയുന്ന ആ ഒരു ഭരണ സംവിധാനത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് സ്വരാജ് അല്ലെങ്കിൽ ഗ്രാം സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാം സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓർ എ ഫെഡറേഷൻ ഓഫ് ദീസ് ഓട്ടോണമസ് വില്ലേജസ് വിച്ച് ഹാവ് ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ആൻഡ് സെൽഫ് റിലയൻസ്. സോ that is Gram Swaraj. Then comes the next one, that is economic equality. In this,
സൊസൈറ്റി എവ്രി വൺ വിൽ ഹാവ് ഫുഡ് ടു ഈറ്റ് ആൻഡ് ക്ലോത്ത്സ് ടു വെയർ. ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രാം സ്വരാജ് സംവിധാനത്തിൽ പൂർണ്ണമായും സാമ്പത്തിക സമത്വം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഹാരവും എല്ലാവർക്കും വസ്ത്രം കാണും. അതുപോലെ തന്നെ എവരി വൺ വിൽ ഗെറ്റ് സഫിഷ്യൻറ്റ് വർക്ക് ടു ഏൺ ഹിസ് ലിവിങ്. നമ്മളെ ജീവിക്കാൻ ആവശ്യമായ പണം സമ്പാദിക്കുന്നതിനുള്ള ജോലിയും അവിടെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റിലയൻസ് ഉണ്ടെന്നുള്ളതാണ്. സോ ഹി എക്സ്പെക്റ്റഡ് എവ്രി വൺ ടു ഡു എ ബിറ്റ് ഓഫ് മാനുവൽ ലേബർ. ഓരോരുത്തരും, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം നമ്മൾ കാണേണ്ടത്. അപ്പോൾ വൈറ്റ് കോളർ ജോലിയുള്ള ഒരാൾ പോലും എന്തെങ്കിലും ഒരു മാനുവലായിട്ടുള്ള ജോലി കൂടി ചെയ്യണം. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, അദ്ദേഹം ചർക്കയിൽ നോക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ പടങ്ങളും അതുപോലെ തന്നെ വിവരണങ്ങളും നിങ്ങൾ കേട്ട് കാണും. സോ എവരി വൺ ഷുഡ് ഡു അറ്റ്ലീസ്റ്റ് എ മിനിമം ഓഫ് മാനുവൽ വർക്ക് എലോങ് വിത്ത് ഹിസ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. അതുപോലെ ഈവൻ ദ ഇൻ്റലക്ച്വൽസ് ഡു മാനുവൽ ലേബർ. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞൊരു വാദം ഇതാണ്: നിങ്ങൾ വൈറ്റ് കോളറാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത്തരം ജോലികൾ ചെയ്താൽ അതിനുള്ള ഗുണം the manual labor will be removed and raise the status of working class. മാനുവൽ ലേബറെ കൂടി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഒരു കർഷകൻ്റെ ജോലി ഏറ്റവും മഹത്താണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരായി മാറണം. ആരാ? ഈ പറയുന്ന വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഉന്നതരെന്ന് വരുന്നവരും. അപ്പോൾ അവരും കൂടി ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ ജോലിക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ളൊരു കാര്യം. ഹി വോണ്ടഡ് ടു അച്ചീവ് ഇക്കണോമിക് ഇക്വാലിറ്റി ബൈ അഫക്റ്റിംഗ് ചേഞ്ച് ഇൻ ദ മെൻറ്റാലിറ്റി ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലാൻഡ് ലോഡ്സ് ത്രൂ ലവ് ആൻഡ് പെർസ്വേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ട്രസ്റ്റിഷിപ്പിന് വേണ്ടി നമ്മൾ അവരെ ഒരിക്കലും പ്രൊയേഴ്സ് ചെയ്യുന്നില്ല, മറിച്ച് വി ആർ പെർസ്വേഡിങ് ദം ആൻഡ് ഓൾസോ വി ആർ അപ്പീലിംഗ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മുടെ മനസ്സിലുള്ള സ്നേഹവും സന്തോഷവും അതുപോലെ തന്നെ ചില പ്രേരണകളും കൊണ്ടാണ് ഈ പറയുന്ന ഈ വലിയൊരു വിഭാഗം ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ചേഞ്ച് ഇൻ മെൻറ്റാലിറ്റി ഷുഡ് ബി ഡൺ ഇൻ ദിസ് വേ ഓൺലി. നോൺ വയലൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹി ബിലീവ്ഡ് ഇൻ ദ പോസിബിലിറ്റി ഓഫ് എ പ്രിഡോമിനൻ്റ്ലി നോൺ വയലൻറ്റ് സൊസൈറ്റി. അതുവഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമൂഹവും എങ്ങനെയുള്ളതായിരിക്കും? ഇറ്റ് വിൽ ബി നോൺ വയലൻറ്റ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. സോ ഫൈനലി വി ആർ ഡിസ്കസിങ് ദ മീൻസ് ആൻഡ് എൻഡ്സ്. ഗാന്ധിയുടെ ഇതിനെപ്പറ്റി പറയുമ്പോൾ മാർഗവും ലക്ഷ്യവും. ഇപ്പോൾ ഗാന്ധി മീൻസ് ആൻഡ് എൻഡ്സ് ആർ ഇൻസെപ്പറബിൾ ആൻഡ് ബോത്ത് മസ്റ്റ് ബി ഈക്വലി പുവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന മാർഗം സംശുദ്ധമാകണം. ഏതുപോലെ? ലക്ഷ്യം പോലെ. അപ്പോൾ ലക്ഷ്യവും മാർഗവും ഒരേപോലെ സംശുദ്ധമാകണം. അതേസമയം ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് മോശപ്പെട്ട മാർഗവും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ വിരുദ്ധമാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന എൻഡ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. സോ ഫോർ ഹിം നോട്ട് ഓൺലി ദ എൻഡ് ദ ഹൈ ആൻഡ് ലോഡബിൾ ബട്ട് ദ മീൻസ് ഷുഡ് ഓൾസോ ബി മോറൽ. ഏറ്റവും മോറലായിട്ടുള്ള ധാർമ്മികമായ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ഉന്നതിയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ എത്തണം. He believed that immoral means cannot lead to truth and justice. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയേണ്ടി വരുന്നത് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ സംഭവത്തിലേക്ക് നമ്മൾ എത്താൻ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ മാർഗങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരിക്കലും ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് നമുക്ക് ഇമ്മോറലായിട്ടുള്ളൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. മോറലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. സോ ഹി എക്സ്പ്ലെയിൻഡ് the relation between means and ends. As the means, so the end. അത് നിങ്ങൾ ഓർക്കുക, ആ കൊട്ടേഷൻ വളരെ ഫേമസ് ആണ്. As the means, so the end. The means may be likened to a seed, the end to a tree. ഒരു വൃക്ഷം എന്ന് പറയുന്നത് എന്താണെങ്കിൽ സീഡ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ മാർഗം. There is just the same inviolable connection between the means and end as there is between the seed and the tree. ഒരു വൃക്ഷം ആയി മാറാൻ ഒരു വിത്ത് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ മാർഗം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉപയോഗിക്കേണ്ടത്. അത്രയ്ക്ക് പവിത്രമായിരിക്കണം. അതിനകത്തൊരു കള്ളവുമില്ലല്ലോ. ഒരു വിത്ത് എന്ന് പറയുന്ന മരത്തിലേക്ക് എത്തുന്നതിനുള്ള ആ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ലെജിബിളായിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ ജസ്റ്റായിട്ടുള്ള മാർഗമാണെങ്കിൽ അതേപോലെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യവും മാർഗവും എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറയുന്നത്. Then the next point is spiritualization of politics. മറ്റ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ സ്പിരിച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മീയത കൊണ്ടുവന്ന വ്യക്തിയാണ്. അതിൽ അദ്ദേഹം വളരെ വ്യത്യസ്തനാണ്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് മോറൽ മീൻസ് വിൽ
ഇന്നവേറ്റബിളി ലീഡ് ടു മോറൽ എംസ്. അതിന് അദ്ദേഹം പറയുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ ഇതാണ്. അതായത് നിങ്ങൾ ഒരു മോറലായിട്ടുള്ള മീൻസിലൂടെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മോറലായിട്ടുള്ള എൻഡിലെത്താൻ പറ്റൂ. ധാർമ്മികമായ മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ധാർമ്മികമായ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അത് നമ്മൾ പറഞ്ഞല്ലോ. അതിനുവേണ്ടി he insisted that our means must be as pure as end. നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യവും മാർഗവും ഒരേപോലെ സംശുദ്ധവുമായിരിക്കണം. അതിനുവേണ്ടി he said regarding our means we must take our stand on the firm and solid grounds of unadulterated good. ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും നന്മയുള്ള മാർഗത്തിലൂടെ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു സ്റ്റാൻഡിലൂടെ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നുള്ളതാണ്. സോ ലോയൽറ്റി ടു മോറൽ വാല്യൂസ് വാസ് എ സുപ്രീം കൺസിഡറേഷൻ ഫോർ ഗാന്ധി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൂല്യങ്ങൾ, നേരത്തെ പറഞ്ഞ സത്യം, അഹിംസ തുടങ്ങിയ മൂല്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അതിനോടുള്ള കൂറെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. സോ ടു ഹിം what cannot be justified by conscience cannot be justified in political or patriotic ground. അദ്ദേഹം പറഞ്ഞു വരുന്നത് അതാണ്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന നന്മയും നമ്മുടെ മൊറാലിറ്റിയും എന്നൊക്കെ പറയുന്ന ഈ വശങ്ങൾ ഏറ്റവും നന്നായി നിന്നാൽ മാത്രമേ അതിനെ നമുക്ക് പൊളിറ്റിക്സിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പൊളിറ്റിക്സ് നന്നാകണമെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ആക്ഷൻസ് നന്നാകണമെങ്കിൽ, ഓർ പാട്രിയോട്ടിക് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്, ദേശഭക്തി ഉൾപ്പെടെ, അത്തരം കാര്യങ്ങൾ നല്ലതാകണമെന്നുണ്ടെങ്കിൽ ഈ വശത്ത് എന്തായിരിക്കണം? ഈ പറയുന്ന മോറൽസിൽ ഉള്ള അടിയുറച്ച വിശ്വാസമായിരിക്കണം. ഈ പറയുന്ന മോറൽസിലൂടെയുള്ള ഒരു പ്രയാണമാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയൂ. അതുപോലെ ഈ ഇൻസിസ്റ്റഡ് അപ്പോൺ മോറൽ ക്വാളിറ്റി ഓഫ് മീൻസ്. സോ അതിനു വേണ്ടിയാണ് അദ്ദേഹം സ്പിരിച്വലൈസേഷനെ പ്രോത്സാഹിപ്പിച്ചത്. അതായത് നമുക്ക് ആത്മീയത വേണ്ടി വരുന്നത് അവിടെയാണ്. നമുക്ക് നന്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലീജിയൻ വേണം. ആ റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള ദൈവത്തിൽ വിശ്വാസം വേണം. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏറ്റവും ധാർമ്മിക മൂല്യമുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിലെത്തുന്നതെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഹി കനോട്ട് ഗോ എവേ ഫ്രം, or he cannot avoid these values from his political life also. അതുകൊണ്ടാണ് പറയുന്നത് ഇത് രണ്ടും ഒരേപോലെ പോകണമെന്ന്. അപ്പോൾ ഇതിനൊക്കെ പിന്നീട് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് പാടില്ല എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എത്തിക്ക് വിടുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പോയിന്റിലേക്ക് എത്തുന്നത്, ഹിസ് വ്യൂസ് ഓൺ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. റിലീജിയൻ വാസ് ദ വെരി ബ്രീത്ത് ഓഫ് ഗാന്ധീസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ ഉണ്ടായിരുന്നു. He belongs to ഹിന്ദു റിലീജിയൻ. ആ ഒരു റിലീജിയനുമായിട്ട് അദ്ദേഹത്തിന് ഇൻഎക്സ്ട്രിക്കബിളായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ റിലീജിയനിലുള്ള ദൈവത്തിലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. സോ ഹി വാസ് എ സീക്കർ ഓഫ് ട്രൂത്ത് ആൻഡ് ഹിസ് ഗോഡ് മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ഇൻ ട്രൂത്ത് ആൻഡ് ലവ്. ആ ദൈവം ഉണ്ടായിരുന്നു. ദൈവം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? സത്യവും അതുപോലെ തന്നെ സ്നേഹവും. ഈ സത്യത്തെയും സ്നേഹത്തെയുമാണ് ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹം കണ്ടത്. സോ ഹി ബേസ്ഡ് ഓൾ ഹിസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡോക്ട്രിൻസ് ഓൺ സ്പിരിച്വൽ ഓർ റിലീജിയസ് വേ ഓഫ് ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ വേ ഓഫ് ലൈഫിനെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈഫുമായി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും. അതിനുള്ള ന്യായീകരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രീച്ചിലൂടെ പറഞ്ഞത്. ദാറ്റ് ഈസ്, എപ്പോഴും ഏറ്റവും സ്പിരിച്വലായ ഒരു വ്യക്തി, ദൈവഭയമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ സത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി, സത്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അത് ഏത് മതമായിക്കൊള്ളട്ടെ, മുസ്ലിം ആയാലും ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും ജൈനായാലും പാഴ്സി ആയാലും ഏത് മതത്തിലായാലും ആ മതങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നന്മയും അതുപോലെ തന്നെ ധാർമ്മികതയുമാണ്. ഒരു കാരണവശാലും അതിൽ മാറ്റമില്ല. ലോകത്തുള്ള ഏത് മതങ്ങളായാലും അങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ. അതിനെതിരായി പഠിപ്പിക്കുന്ന ഒരു മതവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഏത് മതഗ്രന്ഥമായാലും അതിനെ പിന്നെ നമ്മൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഈ രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എസൻസിലൂടെ നമുക്ക് ആ മതത്തെയും ആ മതത്തിലുള്ള ദൈവത്തെയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ he cannot be an immoral person. He cannot go away from this truth and love. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. സോ he was not prepared to separate religion from politics. അപ്പോൾ ആ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക. why ഗാന്ധി റിലേറ്റഡ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്? അതിനുള്ള പോയിന്റ് ഇതാണ്. കാരണം റിലീജിയൻ എന്ന് പറയുന്നത് അതിലുള്ള ദൈവവും അതിലുള്ള മതഗ്രന്ഥങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത് നന്മയാണെങ്കിൽ ആ നന്മ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പൊളിറ്റിക്സിൽ കഴിയണമെന്നുണ്ടെങ്കിൽ he should be a person having religion and a God. Then in his words, those who says that religion has nothing to do with politics do not know what religion means. അപ്പോൾ അതിനാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. ഒരാൾ പറയുകയാണ് മതത്തിന് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന്. അങ്ങനെ പറയുന്ന വ്യക്തിക്ക് മതത്തെ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അയാളത് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് പൊളിറ്റിക്സ്
bereft of religion are death trap because they kill the soul. നിങ്ങൾ മതത്തെ ഒഴിവാക്കിയാണ് രാഷ്ട്രീയം ഉപയോഗിക്കുന്നതെങ്കിൽ അതുവഴി നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇറ്റ് വിൽ യു ആർ ഇറ്റ് ഇസ് എ ഡെത്ത് ട്രാപ്പ്. ഒരു മരണക്കെണിയാകാനാണ് സാധ്യത. ബിക്കോസ് ദേ കിൽ ദ സോൾ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയില്ല. ഹവർ ഹി ഡിഡ് നോട്ട് വാണ്ട് എനി പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിലിജിയൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഒരു റിലിജിയനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ് ഫോർ സം പൊളിറ്റിക്കൽ ഓർ ഇൻഡിവിജ്വൽ ഗെയിംസ്. ആ ഒരു അർത്ഥത്തിലാണ് അതിനെ നമ്മൾ വർഗീയത എന്നൊക്കെ പറയുന്നത്, പിന്നെ കമ്മ്യൂണലിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻസിലേക്ക് അതിനെ അദ്ദേഹം കണ്ടില്ല. മറിച്ച് അതിൻ്റെ നന്മയാണ് അദ്ദേഹം ഇതിനകത്ത് അടിവരയിട്ട് പറയുന്നത്. ഇതെൻ്റെ ഫൈനൽ തിങ് ദാറ്റ് ഈസ് ഓൺ റിലിജിയൻ. റിലിജിയനിൽ മഹാത്മാഗാന്ധി ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഹിസ് ബിലീഫ് ഇൻ റിലിജിയൻ വാസ് നോട്ട് ഡോഗ്മാറ്റിക്. ഒരിക്കലും ഡോഗ്മാറ്റിക് ആയിരുന്നില്ല അദ്ദേഹത്തിന് മതത്തിലുള്ള. ഡോഗ്മാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മൾ മതത്തിനെ ഡോഗ്മാറ്റിക്കായിട്ട് കാണാറുണ്ട്. കാരണം അതിലുള്ള പ്രിൻസിപ്പിൾസിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ ആ വിശ്വാസങ്ങൾ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളോ അതിവിശ്വാസങ്ങളോ ആയി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. സോ ടു ഹിം റിലിജിയൻ ഈസ് മെൻറ്റ് ഫോർ റെക്കഗ്നിഷൻ ഓഫ് ദ സുപ്പീരിയോറിറ്റി ഓഫ് മോറൽ ലോ. മറിച്ച് അദ്ദേഹം വിശ്വസിച്ചത് അതിൽ ദൈവവും സ്നേഹവും അതുപോലെ തന്നെ സത്യസന്ധതയും ഉണ്ടെന്നാണ്. അത്തരം കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു മതവിശ്വാസിയോ ഒരു മതമോ ഒരിക്കലും മോറലിലേക്ക് എതിരാകില്ല. സോ ദർ ഷുഡ് ബി ദ സുപ്പീരിയോറിറ്റി ഓഫ് മോറൽ ലോ ഇൻ റിലീജിയൻ. അതങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കും റിലീജിയൻ എന്ന് പറയുന്നത്. സോ ഹി സ്റ്റുഡ് ഫോർ എ റിലീജിയൻ പ്യൂരിഫൈഡ് ഓഫ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് കസ്റ്റംസ്. ഇറ്റ് ഷുഡ് ബി stood for a religion purified of superstition and customs. ഈ പറയുന്ന സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ ആചാരങ്ങളിലും ഊന്നിയുള്ള മതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മതം. ഈ ബിലീവ്ഡ് ഇൻ ദ ഇൻഹെറൻറ്റ് ഗുഡ്നെസ് ഓഫ് ഓൾ റിലീജിയൻ. എല്ലാ മതങ്ങളുടെയും നന്മയെ അദ്ദേഹം വിശ്വസിച്ചു. ആദ്യമേ പറഞ്ഞിരുന്നു, അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളും പ്രത്യസ്തമാക്കിയ ആളാണ്. അതിൻ്റെ എല്ലാം നന്മ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് പറയുന്നത്, അതായത് ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിക്ക് കൃത്യമായി പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന്. So he was a secularist and did not subscribe to the concept of state religion. ഏറ്റവും അധികം അദ്ദേഹത്തിന് പഴി കേൾക്കേണ്ടി വന്നതാണ് ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്. ഇന്ത്യയെ വിഭജിച്ചപ്പോൾ അതിൻ്റെ കാരണക്കാരനായ മഹാത്മാഗാന്ധി പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഓർക്കേണ്ടത് യഥാർത്ഥ സെക്യുലറായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും ഇരു മതങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷം നടക്കുന്ന സമയത്ത് അവിടെ എത്തി അതിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിയെന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. നിങ്ങൾ കേട്ടാണ് നവഖാലിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. സോ ദാറ്റ് ഈസ് ഹി വാസ് എ സെക്യുലർ ആൻഡ് നോട്ട് സബ്സ്ക്രൈബ് ടു ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് റിലിജിയൻ. ഒരു സ്റ്റേറ്റിന് റിലിജിയൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പരിശ്രമഫലമായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മളൊരു മതമായി മാറാറുന്നത്, അല്ലെങ്കിൽ മതരാജ്യമായി മാറാതിരുന്നത്. പാകിസ്ഥാൻ ഒരു മതരാജ്യമായപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു മതരാജ്യമായില്ല. His religious views were not derived out of any religion, rather was a cosmopolitan. ഒരിക്കലും ഒരു പ്രത്യേക റിലിജിയന് വേണ്ടി ആയിരുന്നില്ല ഗാന്ധി നിന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റേത് ഒരു കോസ്മോപൊളിറ്റൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു തോട്ടാണ് മഹാത്മാഗാന്ധി കാണിച്ചത്. ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി ലൈക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ വിശ്വസിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗാന്ധിസത്തിലുള്ളത്. ഓരോന്നും ഓർക്കുക. ആദ്യം ഞാൻ ഗാന്ധിസത്തിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് അഹിംസ ഓർ നോൺ വയലൻസ്, ദെൻ നോൺ വയലൻസിലൂന്നിയുള്ള ഒരു സമരമാർഗമായിട്ട് അഹിംസയിലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സമരമാർഗങ്ങൾ, ദെൻ അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് തോട്ടിൽ ട്രസ്റ്റിഷിപ്പ് ഓർത്തിരിക്കുക, ട്രസ്റ്റിഷിപ്പ് ആൻഡ് ഓൾസോ ഹൗ ടു അവോയ്ഡ് ഓർ ഗെറ്റ് അവേ ഫ്രം ക്യാപിറ്റലിസം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ അദ്ദേഹം അടിവരയിട്ടും പറയുന്നത് ഞാൻ വീണ്ടും പറയാൻ അണ്ടർലൈൻഡ് ദ കോൺസെപ്റ്റ്സ് ഓഫ് നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്. പിന്നെ അതുപോലെ അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ എൻസ് ആൻഡ് മീൻസ് ആൻഡ് എൻസ് എപ്പോഴും ഓർക്കുക. കാരണം മീൻസ് ആൻഡ് എൻസ് എന്ന് പറയുന്ന പോയിന്റിലൂടെ മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓൺ റിലിജിയനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് റിലിജിയനും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഗാന്ധിസത്തിനകത്തുള്ളത്. താങ്ക് യു.